അർജന്റീന കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായി വീണ്ടും അവരുടെ വിജയാഘോഷ പ്രകടനം വലിയ തോതിൽ വിവാദമാവുകയാണ്. എന്നുവെച്ചാൽ ഫ്രാൻസിലെ ഫ്രഞ്ച് ടീം അംഗങ്ങൾക്കെതിരെ ഒരു വംശീയ വെറിയും ഉയർത്തുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യങ്ങളും ഒരു ഗാനവുമായാണ് അവരുടെ ഒരു വീഡിയോ ഈ വിജയാഘോഷ പ്രകടനം എന്നുള്ള രീതിയിൽ അവർ നടത്തുകയും അത് എൻസോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ അവരുടെ താരം അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും അത് വലിയ വിവാദം വിളിച്ചു വരുത്തുകയും ചെയ്തു. പിന്നീട് വലിയ വിമർശന വിധേയമായപ്പോൾ അത് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് എൻസോ ഫെർണാണ്ടസ് മാപ്പ് പറഞ്ഞു. എങ്കിൽ കൂടിയും ഒരു മാപ്പിൽ മാത്രം അത് തീരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ആ വീഡിയോയിൽ അർജൻറ്റീന താരങ്ങൾ എല്ലാവരുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത ഒരു എൻസോ ഫെർണാണ്ടസ് മാത്രം മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുമോ? മാത്രവുമല്ല, അർജൻറ്റീന എന്ന് പറഞ്ഞൊരു രാജ്യം, അർജൻറ്റീന താരങ്ങൾ എന്തിന് ഇങ്ങനെ ഫ്രാൻസ് പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെയും ഒരു രാജ്യത്തിനെയും മേലെ ഇത്തരത്തിൽ വംശീയ വേറി ഉയർത്തിവിടുന്നു എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്, ഇന്നിപ്പോൾ അർജൻറ്റീന വൈസ് പ്രസിഡന്റ് എൻസോയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരിക ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ അർജൻറ്റീനയുടെ ഒരു നിലപാടിനെയും രാഷ്ട്രീയത്തെയും എങ്ങനെ കാണാം എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ, എൻസോയുടെ വീഡിയോ എന്നതിനപ്പുറത്തേക്ക് അർജൻറ്റീന വിജയാഘോഷ പ്രകടനം അവരുടെ ഉള്ളിലുള്ള ഒരു സാധനമാണല്ലോ വന്നത്. നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന സമയത്താണ് ഉള്ളിലുള്ളത് തികട്ടി വരിക എന്ന് പറയാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തോന്നിയോ? എന്ത് പ്രശ്നം തോന്നി? ഇല്ല, എനിക്ക് അർജൻറ്റീനയുടെ ഒരു റേഷ്യൽ സ്വഭാവത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. നമ്മൾ അർജൻറ്റീന ഫുട്ബോൾ ടീമിനെ സ്നേഹിക്കുന്നത് അർജൻറ്റീനൻ ജനങ്ങളുടെ സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമോ നോക്കിയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബ്രസീലും അർജൻറ്റീനയുമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഈ രണ്ട് ടീമുകൾക്കാണ്. നമുക്ക് കേരളത്തിൽ കൂടുതലും അർജൻറ്റീനൻ ഫാൻസ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൃത്യം സെൻസസ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ള അർജൻറ്റീനക്കാരാണ് കൂടുതൽ, അർജൻറ്റീനൻ ഫാൻസാണ്. അതിന് കളി മികവ് മാത്രമാണോ കാരണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ കാരണം അത് തന്നെയാണല്ലോ. അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായല്ലോ എന്നുള്ള പെയിൻ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സേഫിൻ്റെ ചോദ്യത്തിൽ പോലും അതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ കളി നല്ലതായതുകൊണ്ടാണ്, അർജൻറ്റീനയുടെ കളി നല്ലതായതുകൊണ്ടാണ് അർജൻറ്റീനയോട് കൂടുതൽ കൂറ് പുലർത്തുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ അർജൻറ്റീന കളർ ടി വി വന്ന കാലത്ത് ഒരിക്കലും ലോകകപ്പ് നേടിയിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ പോലും അർജൻറ്റീനയോട് കൂറ് പ്രഖ്യാപിക്കുമായിരുന്നു അർജൻറ്റീനയുടെ ആരാധകർ. അത് കളി കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ മറഡോണ ഇല്ലാത്തപ്പോഴും മെസ്സി വരുമ്പോഴും മെസ്സി ഇല്ലാത്തപ്പോഴൊക്കെയും അർജൻറ്റീനയോട് എന്തുകൊണ്ട് കൂറ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കുറേ കൂടി ഈ മലയാളി സൈക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ചെഗ്വേരയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെഗ്വേരയുടെ ജന്മനാട് അർജൻറ്റീന, അപ്പോൾ അർജൻറ്റീനയോടുള്ളൊരു സ്നേഹം അങ്ങനെയും തോന്നിയിട്ടുണ്ട്. പക്ഷേ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം ചെഗ്വേരയും മറഡോണയും ലയണൽ മെസ്സിയും മാത്രമല്ല, അതൊരു അമേരിക്ക പോലെ തന്നെ, അല്ലെങ്കിൽ അമേരിക്കയുടെ അത്ര തന്നെ ഉള്ള ഒരു അധിനിവേശ രാജ്യം കൂടിയാണ്. കാരണം അർജൻറ്റീന എന്ന് പറയുന്ന അർജൻറ്റീനയിലെ തദ്ദേശീയരായ ജനങ്ങൾ ഏതാണ്ട് ഒരു 18-19% ആളുകളുണ്ട്. നമ്മൾ ഈ ടീമിൽ എവിടെയെങ്കിലും ഈ അർജൻറ്റീനൻ ഈ ഇൻഡിജിനസ് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? ടീമിൽ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ പോലും ഇല്ല. അതായത് 20% വരുന്ന അവിടുത്തെ തദ്ദേശീയരായ ജനത ആ ഫുട്ബോളിൽ എവിടെയും കാണുന്നില്ല. അർജൻറ്റീനയുടെ പ്രസിഡന്റുമാരിലോ അവരുടെ രാഷ്ട്രീയ നേതാക്കളിലോ ആരും ഈ പറയുന്ന തദ്ദേശീയ ജനങ്ങളില്ല. പിന്നെ ഈ ആരാണ് ഈ അർജൻറ്റീനക്കാരെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ യൂറോപ്യന്മാരാണ്. സ്പെയിൻ കോളനിയാക്കിയ ഒരു രാജ്യമാണ് അർജൻറ്റീന, നമുക്കറിയാം. അപ്പോൾ സ്പെയിൻ കോളനിയാക്കിയതിന് ശേഷം പിന്നീട് ആ കോളനിവൽക്കരണത്തിൻ്റെ അവസാന കാലത്ത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നുമായി ധാരാളം ആളുകൾ അവിടെ കുടിയേറി. ഈ കോളോണിയൽ കാലത്ത് തന്നെ ആഫ്രിക്കൻ അടിമകൾ അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആഫ്രിക്കൻ അടിമകൾ ഏതാണ്ട് ഒരു 15% അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ഈ 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ. പിന്നീട് അത് വളരെ പെട്ടെന്ന് കുറഞ്ഞു പോയി. അത് പല കാരണങ്ങളാലായിരിക്കാം, ഇപ്പോൾ രോഗങ്ങൾ വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കുറഞ്ഞു പോയത്. മറ്റൊരു കാര്യം, ഇന്ന് അർജൻറ്റീന എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ജീൻ പൂൾ, ആ ജീൻ പൂൾ എന്ന് പറയുന്നത് യൂറോപ്യന്മാർ മാത്രമല്ല, അത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള പലരും ഉണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ യൂറോപ്യൻ ആഫ്രിക്കൻ മിക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, യൂറോപ്യൻ ഇൻഡിജിനസ് മിക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ കൂടിക്കലർന്ന ജനങ്ങളാണ് അവർ. അപ്പോൾ എന്നിരിക്കെ അപ്പോൾ അവരെല്ലാവരും ഈ അർജൻറ്റീനയിലെ ആളുകൾ മുഴുവൻ വംശവെറിക്കാരാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ രാജ്യത്തിൻ്റെ ചരിത്രം അതാണ്. ആ രാജ്യത്തിൻ്റെ ചരിത്രം അവിടുത്തെ തദ്ദേശീയ ജനങ്ങളെ അടിച്ചമർത്തി അവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഇന്നും അവർ വിവേചനം നേരിടുന്നു. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഫുട്ബോൾ ടീമിൽ അവരുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവർ വലിയ തോതിൽ അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള റൈറ്റിന് വേണ്ടിയുള്ള സമരം നടക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ എന്താണ് പറയുക, അതൊരു മൂന്നാം ലോക രാജ്യം കൂടിയാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ അർത്ഥത്തിൽ വംശീയമായ വേർതിരിവുള്ള രാജ്യമാണത്. അതൊരു അധിനിവിഷ്ട രാജ്യം കൂടിയാണ്. മറ്റൊരാളുടെ ഭൂമി, മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂമി യൂറോപ്യന്മാർ വന്ന് കയ്യേറി ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് അർജൻറ്റീന. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനിത് ചൂണ്ടിക്കാട്ടാൻ കാരണം അവിടെ ആഫ്രോ ജീൻ ഉള്ളൊരു രാജ്യമാണത്, ആഫ്രിക്ക എന്നിരിക്കെ
ഇവർ എന്താണ് അങ്കോളയിൽ നിന്ന് വന്നവരാണ്, മറ്റവൻ്റെ അമ്മ കാമറൂൺകാരിയാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുകയെന്ന് പറഞ്ഞാൽ അത് അവരെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണല്ലോ. അതായത് എന്താണ് എംബാപ്പയെയും മറ്റുള്ളവരെയും ഫ്രഞ്ച് ടീമിലെ മറ്റുള്ളവരെയും പരിഹസിക്കാൻ വേണ്ടി ഇവർ കാമറൂൺകാരാണ്, അവൻ്റെ അച്ഛൻ അങ്കോളക്കാരനാണ്, അമ്മ കാമറൂൺകാരിയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഈ പരിഹസിച്ച് പാട്ട് പാടുന്നവരുടെ ജീനിലും ഈ ആഫ്രിക്കാൻ്റെ ജീൻ ഉണ്ടാവും അവിടെ. കാരണം അത് അത്രമാത്രം എന്താണ് കലർപ്പുള്ളൊരു ജീൻ പൂളാണ് അർജൻറ്റീനയുടേത്. അതായത് ശുദ്ധ യൂറോപ്യൻ എന്ന് പറയാവുന്ന ആരും ഇല്ല അവിടെ. പിന്നെ അവരെങ്ങനെയാണ് ഇവരെ കളിയാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മറ്റൊന്ന് ഈ അവരെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണുള്ളത്. കാരണം അവരുടെ മുത്തശ്ശന്മാരൊക്കെ ആഫ്രിക്കൻ പരമ്പരയിലുള്ളവരായിരിക്കും. ഈ ഫുട്ബോൾ ഇപ്പോൾ ഈ അർജൻറ്റീന ടീമിലുള്ള ആളുകളുടെയൊക്കെ ഏതെങ്കിലും ഒരു തലമുറയിൽ ആരെങ്കിലും ഒരു ആഫ്രിക്കക്കാരനുണ്ടാവാം. കാരണം അത്രമാത്രം എന്താണ് ആഫ്രിക്കൻ ജീൻ കലർന്ന ഒരു സംഭവം കൂടിയാണ് അർജൻറ്റീന. മറ്റൊന്ന് അർജൻറ്റീനൻ ടീമിനെയും അർജൻറ്റീന എന്ന രാജ്യത്തെയും ആളുകൾ സ്നേഹിക്കുക ആരാധിക്കുന്ന ഒന്ന് അവരുടെ ഫുട്ബോൾ കൊണ്ടും ഒന്ന് ചെഗ്വേരയുടെ രാഷ്ട്രീയം കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിനെ തന്നെ റദ്ദാക്കുന്നൊരു പണിയായിപ്പോയത്. അപ്പോൾ ഇത് കേവലം ഒരു മാപ്പിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ ഒരു അണ്ടർ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അയാളെ അവിടുത്തെ പ്രസിഡന്റ് പുറത്താക്കി, ഹാവിയർ മിലെ അയാൾ പുറത്താക്കി. കാരണം അയാൾ ഒരു വലതുപക്ഷക്കാരനാണ്. കാരണം അർജൻറ്റീന കുറേ നാളായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒരു 2 പതിറ്റാണ്ടായിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ വലതുപക്ഷം വളർന്നു വന്നു. ആ വലതുപക്ഷക്കാരനായ ഒരു പ്രസിഡന്റാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അയാളെ സംബന്ധിച്ച് എന്താണ് ഈ പറയുന്ന ഈ വിമർശനമൊന്നും അയാൾക്ക് മനസ്സിലാവുക പോലുമില്ല. അത് ഈ വോക്ക് എന്ന് പറയപ്പെടുന്ന ഈ വിമർശനങ്ങൾ അയാൾക്ക് മനസ്സിലാവുക പോലുമില്ല. മനസ്സിലാവില്ല എന്ന് മാത്രമല്ല അയാൾ അത് ചെവിക്കൊള്ളാനും പോകുന്നില്ല. അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച താരം മാപ്പ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ മാപ്പ് പറഞ്ഞുകൊണ്ടല്ല പ്രശ്നം. അവിടുത്തെ രാഷ്ട്രത്തലവനൊരു നിലപാടുണ്ടാകണ്ട ഈ വിഷയത്തോട്. അയാൾ അതിൽ മാപ്പ് പറയുകയോ അതിലെന്തെങ്കിലും തിരുത്തലെടുത്തുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയമായി, കാരണം ഇത് ഫ്രഞ്ച് ജനതയോടുള്ള ഒരു അനാദരവാണല്ലോ. ഫുട്ബോളിൻ്റെ വിഷയത്തിൽ മാത്രം വരുന്ന ഒന്നല്ല, ഒരു രാജ്യമാണ്, ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഫുട്ബോൾ ടീമാണ്. ആ ടീമിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു പിഴവുണ്ടായതെങ്കിൽ ആ രാഷ്ട്രത്തലവൻ എന്ത് ചെയ്യണം? ഇത് അർജൻറ്റീനൻ സംസ്കാരമല്ല എന്ന് പറഞ്ഞാൽ അതിന് തിരുത്തുകയാണ് വേണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായൊരു മാപ്പ് കുറച്ചിൽ ഉണ്ടാവാത്തിടത്തോളം കാലം ഈ മാപ്പിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിഷാദ്, എൻസോ ഫെർണാണ്ടസിൻ്റെ മാപ്പിൽ മാത്രം തീരുമോ? അല്ല, നമ്മളിതിന് മുമ്പും അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട ഈ വംശീയമായ പ്രകടനങ്ങളെക്കുറിച്ച് ഇവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീനയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയും വംശീയമായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് തെറ്റിപ്പോയതാണ്. അയാൾ മാപ്പ് പറഞ്ഞാൽ അവസാനിക്കാത്തതാണെന്ന് പറയാൻ കാര്യം അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് വംശീയത അത്രമേൽ വല്ലാതെ ഒളിച്ചേർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അർജൻറ്റീനയുടെ കളിയെ കാണുന്നു, അല്ലെങ്കിൽ മറഡോണ മുതലുള്ള ഇങ്ങോട്ടുള്ള താരങ്ങളെ കാണുന്നു, അവരെ സ്നേഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് അർജൻറ്റീനയുടെ വംശീയമായ ഉള്ളടക്കം എന്താണെന്ന് പരിശോധിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ല എന്നുകൊണ്ടാണ് നമുക്കതൊരു കൺസേണായി വരാത്തത്. അതർവൈസ് നമ്മൾ അർജൻറ്റീന എന്ന രാജ്യത്തെ രാഷ്ട്രീയമായി പഠിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ ആ രാജ്യത്തെ ഇനി പഠിച്ചിട്ടേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് വന്നാൽ സ്നേഹിക്കാൻ പാടാവും എന്ന നിലയ്ക്ക് പ്രശ്നം അതിനകത്തുണ്ട്. ഇപ്പം നേരത്തെ അജൂസ് പറഞ്ഞ പോലെ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 30% ഈ പറയുന്ന അവിടുത്തെ ആളുകളുണ്ടായിരുന്നു. അവരെവിടെ പോയി? അല്ലെങ്കിൽ 3 ലോക കിരീടങ്ങൾ നേടിയിട്ട്, അല്ല ഈ പ്രധാനപ്പെട്ട കിരീടങ്ങൾ നേടുമ്പോഴൊക്കെയും എന്തുകൊണ്ടാണ് അർജൻറ്റീന ടീമിൽ ഒരു കറുത്തവർക്കാരൻ ഇല്ലാതെ പോയത്? യൂറോപ്യൻ ടീമുകളിൽ പോലും ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ വംശീയത ആരോപിക്കുന്നത് എവിടെയാണ്? യൂറോപ്പിലാണ്. അവിടെ വംശീയതയുടെ പേരിൽ പഴി കേട്ടിട്ടുള്ളത് മുഴുവൻ അവിടുത്തെ എന്താ പറയുന്നത് ആരാധക കൂട്ടങ്ങളാണ്. അവിടുത്തെ ടീമുകൾക്കകത്ത് എപ്പോഴും ഈ പറയുന്ന വൈറ്റ് അല്ലാത്ത ആൾക്കാരെ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അവർ ആ കാര്യത്തിൽ കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കാണ്. നമ്മൾ യൂറോപ്പിനെ കുറ്റം പറയും, ലാറ്റിൻ അമേരിക്കയോട് നമുക്കെപ്പോഴും വൈകാരികമായ ഒരു പ്രത്യേകതരം സ്നേഹമുണ്ട്. പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ നോക്കിയാൽ നമ്മൾ അർജൻറ്റീനയെ കണ്ടാൽ അർജൻറ്റീനയ്ക്കകത്ത് എവിടെയാണ് ഇപ്പോൾ തുലവും തുച്ഛമായാലും 1,00,000 സംതിങ് ആയാലും ഈ പറയുന്ന കറുത്ത വർഗ്ഗക്കാർ അവിടെ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ടീമിൽ അംഗത്വം കിട്ടാത്തത്? അർജൻറ്റീനയുടെ ചരിത്രം പരിശോധിച്ച് നോക്കി നമ്മളിപ്പോൾ വായിക്കുമ്പോൾ കാണുന്നത് ആകെ 3 താരങ്ങൾ മാത്രമാണ് ദേശീയ ടീമിൽ വൈറ്റ് അല്ലാത്ത ആളുകൾക്ക് അംഗത്വം കിട്ടിയത്, അല്ലെങ്കിൽ കളിക്കാൻ കഴിഞ്ഞത്. അവർ വളരെ ചുരുക്കം കളികൾ മാത്രം കളിക്കുന്നു, അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറയുന്നു, അവർ പതിയെ പതിയെ തഴയപ്പെടുന്നു. അപ്പോൾ അർജൻറ്റീനയുടെ ഉള്ളിനകത്തുള്ള ഒരു വൈറ്റ് സുപ്രീമസി പോലുമില്ല. ഇല്ല. അത് വൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം, നയപരമായി തന്നെ ഒരു രാജ്യം. നമ്മൾ യൂറോപ്പിലെ വെളുത്ത മനുഷ്യന്മാരായി പോവുകയാണ്. അപ്പോൾ 60കളിലും 70കളിലൊക്കെ അവിടുത്തെ ഭരണകൂടം തുറന്നു പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറുത്ത വർഗ്ഗക്കാരെ കാണണമെങ്കിൽ ബ്രസീലിൽ പോവേണ്ടി വരും കേട്ടോ എന്ന് പ്രസംഗിക്കുന്ന നേതാക്കന്മാർ. ഏത് കറുത്ത വർഗ്ഗക്കാർ ആ രാജ്യത്ത് ഉള്ളപ്പോൾ കറുത്ത വർഗ്ഗക്കാരെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ബ്രസീലിൽ പോകേണ്ടി വരുമെന്ന് തുറന്ന് പ്രസംഗിച്ച് കയ്യടി നേടുന്ന ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു. അത്തരം ഭരണകർത്താക്കൾ അവരുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സിന് വോട്ട് കിട്ടുന്ന, അവർ വിജയിക്കുന്ന ഒരു നാടാണ് ഈ പറയുന്ന അർജൻറ്റീന. അപ്പോൾ ആ അർജൻറ്റീനയ്ക്കകത്ത് നിന്ന് അതിനകത്ത് നിലനിൽക്കുന്ന വംശീയമായ താല്പര്യത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഒരു തുള്ളി അതുമാത്രമാണ് നമ്മൾ എൻസോയുടെ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. അതൊരു പക്ഷേ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. അവിടെയുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഈ വീഡിയോയ്ക്കകത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല.
നമ്മൾ ഈ ഫുട്ബോളിനെ അത് വലിയ മാനവികത കളിയാണ്. ലോകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ആ നിലയ്ക്ക് സ്വാധീനിച്ച പ്രത്യയശാസ്ത്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫുട്ബോൾ. അത്രയും അല്ലേ, ഭയങ്കരമായി മനുഷ്യരെ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് വിളിക്കാവുന്നത് വേൾഡ് കപ്പ് ഫുട്ബോളാണ്. അത്ര ഒരു ഫുട്ബോളിൽ ഒരു ആരോഗ്യകരമായ മത്സരത്തിൽ വിന്നറായി കഴിഞ്ഞ ശേഷം തോൽപ്പിച്ച ടീമിൻ്റെ കളിക്കാരെ വംശീയമായി ആക്ഷേപിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോളിനെക്കുറിച്ച് കാണുന്ന സ്വപ്നം, ഫുട്ബോളിനെക്കുറിച്ച് സൈഫും ഒക്കെ നിരന്തരമായി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിൽ നേരെ അപ്പുറത്താണ് മനുഷ്യർക്ക് കാര്യം. അപ്പോൾ ഈ മാനവികത ഈ കളിക്കാർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കൊണ്ടാടുന്ന താരങ്ങൾക്ക് ഇത് സ്നേഹത്തിൻ്റെ കളിയാണ്, ഇത് കൊടുക്കൽ വാങ്ങലിൻ്റെയും സമാധാനത്തിൻ്റെയും കളിയാണെന്ന് കാര്യം മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇത്രയും വംശീയമായ വെറുപ്പ് കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. എനിവേ, കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ച് അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ് ഈ വാർത്ത എന്നൊക്കെ പലയിടത്ത് കണ്ടു. ആളുകൾ സ്നേഹിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പണ്ട് മാറഡോണയുടെ കളി കണ്ട് അതിൻ്റെ കൂടെ കൂടിയ ആളുകൾ, കപ്പ് കണ്ട് കൂടെ കൂടിയവരല്ല എന്ന് നിരന്തരം പറയുന്നവർ. അപ്പോൾ അവരെ ഈ രാഷ്ട്രീയം അങ്ങനെ സ്വാധീനിക്കേണ്ടതില്ല. ഇപ്പം അർജൻറ്റീനിയൻ ഭരണകൂടം ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ചിരിക്കുകയാണ്. മറ്റ് പല രാജ്യങ്ങളെക്കാളും കടന്ന പിന്തുണ ഇസ്രായേലിന് കൊടുക്കുകയും എന്താ പറയുന്നത്, ഫലസ്തീൻ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ അർജൻറ്റീനിയൻ ഫുട്ബോൾ ആരാധകരിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഉറപ്പായും ഐ തിങ്ക് ഫലസ്തീൻ്റെയും ഹമാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും കൂടെ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ അർജൻറ്റീന സർക്കാരിൻ്റെ നിലപാട് വേറെയാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയും സ്നേഹവും റദ്ദായി പോകണം എന്ന അഭിപ്രായം എനിക്കില്ല. അത് വേറെ തന്നെ ഒരു കാര്യം. നമ്മുടെ കളിയെ സ്നേഹിക്കുകയാണ് മനുഷ്യർ ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അത് തമ്മിൽ ബന്ധമില്ലെങ്കിലും നമ്മൾ അർജൻറ്റീനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അർജൻറ്റീന എന്ന രാഷ്ട്രം നമുക്ക് ആകെ ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത തരത്തിൽ സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്നെനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്രസീലിൽ ക്ലബ് ഫുട്ബോളിന് പോകും, അർജൻറ്റീനൻ ക്ലബ് ഫുട്ബോളുകൾ അവിടെ പോയി കളിക്കും. അവിടെ പോയിട്ട് ഈ അർജൻറ്റീനൻ കാണികൾ ബ്രസീൽ ടീമിനെ കളിയാക്കും വംശീയമായിട്ട്. ഇത്ര മോശം ആൾക്കാരാണ്. വിനീഷ്യസിനെ കളിയാക്കിയിട്ടുണ്ട്, പെലെയെ കളിയാക്കിയിട്ടുണ്ട്. അതാണ് ഇവരുടെ പാരമ്പര്യം എന്ന് നമ്മൾ ഓർത്തിരിക്കും. രണ്ടു വാക്ക് ഇവനോട് പറയുമ്പോഴാണ് ഇത് പൂർണ്ണമാകാൻ തോന്നുന്നു. അല്ല, സൈഫ് അഭിപ്രായം പറയണം. ഇതിനകത്ത് നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കപ്പ് കണ്ട് കൂടെ കൂടിയവരല്ല, കളി കണ്ട് കൂടെ കൂടിയവരാണെന്നൊക്കെ നമ്മൾ അർജൻറ്റീന ഫാൻസ് പറയുമ്പോഴും നമുക്ക് നിലപാടും പൊളിറ്റിക്സിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതികളുണ്ടാകും. അത് തുറന്ന് പറയുകയും വിമർശിക്കുകയും എതിർക്കുകയും തന്നെ വേണം. അപ്പോൾ എനിക്കും ആ കാര്യത്തിൽ അങ്ങനെ തന്നെയുള്ളൊരു നിലപാടാണുള്ളത്. നമ്മൾ കളി വേറെ, നിലപാടും പൊളിറ്റിക്സും വേറെ. ഇപ്പോൾ ഡീഗോ മറഡോണയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 90s ആളുകളൊക്കെ മറഡോണയെ കണ്ട്, മറഡോണയുടെ കളി കണ്ട് മറഡോണയോട് ഇഷ്ടം തോന്നി അർജൻറ്റീന ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അജിംസൊക്കെ ഉണ്ട്. അപ്പം മറഡോണയുടെ മാനവികതയും കൂടി ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. മറഡോണ ഒരേ സമയം ഇടതുപക്ഷ നേതാക്കൾ യൂഗോ ഇപ്പം ചെഗുവേരയും ഷാവേസും ഫിഡൽ കാസ്ട്രോയും ഒക്കെ, ചെഗുവേര ഒരു ഭാഗത്ത് കാസ്ട്രോയും. അപ്പോൾ ആ നിലക്ക് മനുഷ്യന്മാരെ എല്ലാം കൂട്ടിപ്പിടിക്കുകയും ഇറ്റലിയിൽ പോയി നാപ്പോളി ആയിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ വലിയ വലിയ ക്ലബ്ബുകളൊക്കെ വല വീശി പിടിക്കാൻ ശ്രമിച്ചപ്പോഴും നാപ്പോളിയിലെ ഏറ്റവും അധസ്ഥിതരായ ജനവർഗ്ഗങ്ങൾ താമസിക്കുന്ന നാപ്പോളിയിൽ പോയി അവിടെ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്ത മറഡോണയെ കണ്ടാണ് പല ആളുകൾ, ഇപ്പോൾ 90s ആളുകളൊക്കെ അർജൻറ്റീനയുടെ പിന്നാലെ കൂടിയത്. മറഡോണ പോയി, തീർച്ചയായും മെസ്സി വന്നു. മെസ്സിയിൽ ആകൃഷ്ടരാവാൻ ഒരുപാട് കാരണങ്ങൾ ആളുകൾക്കുണ്ട്. കളി മാത്രമാണ് മെസ്സിയിൽ ആകൃഷ്ടരാവാനുള്ളത്, ഫുട്ബോൾ മാത്രമാണ്. മെസ്സി തിരഞ്ഞെടുത്ത ക്ലബ്ബ് അവരുടെ മുൻകാല കൊളോണിയൽ ശക്തിയായ സ്പെയിനാണ് തീർച്ചയായും. അപ്പോൾ ആ നിലക്ക് നമ്മൾ കളിയെ ഇഷ്ടപ്പെടാം, നിഷാദ് പറഞ്ഞ പോലെ കളിയെ ഇഷ്ടപ്പെടാം. തീർച്ചയായും കളിയെ ഇഷ്ടപ്പെട്ട് തന്നെ അർജൻറ്റീനയുടെയും മെസ്സിയുടെയും പിന്നാലെ കൂടുന്നു. പക്ഷേ അവരുടെ നിലപാടിനെ, പൊളിറ്റിക്സിനെ എതിർക്കേണ്ട വേദിയിൽ എതിർക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്.